നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ? നമുക്ക് ഫാമിലിയിലൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴേക്കും ഒന്ന് സാരിയൊക്കെ എടുത്തൊന്ന് മിന്നിത്തിളങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷേ അത് ഉടുക്കൽ വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് എല്ലാവരും മടിക്കും. അപ്പം നമ്മുടെ ഇക്കയുടെ കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ് ഇന്ന് ഒക്ടോബർ 12-ാം തീയതി. അപ്പോൾ 12 മണിക്കൊക്കെ ആയപ്പോഴേക്കും അവിടെ കല്യാണവും കാര്യങ്ങളൊക്കെയാണ്. നിക്കാഹ് നേരത്തെ കഴിഞ്ഞുകൊണ്ട് പിന്നെ താലികെട്ടാണുള്ളത്. താലികെട്ടിൻ്റെ ടൈമിലെങ്കിലും ഞാനവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. വയ്യായിരുന്നുകൊണ്ട് മടിച്ചു കൂട്ടി ഇരുന്നിട്ട് 11:30 ആയപ്പോഴാണ് ഞാൻ രേഷ്മയുടെ അടുത്ത് ചെന്നത് കേട്ടോ. സാരിയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു ക്ലയൻറ്റ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ വന്ന് ഇതുപോലെ ഓൺ ദ സ്പോട്ടിൽ സാരി ഉടുപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവർ ഓൺലൈനായിട്ടും ഈ സർവീസ് തരും കേട്ടോ. നമ്മുടെ മെഷർമെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ സാരി ഉടുപ്പ് ഭയങ്കര ടാസ്ക്കാണ്. അവരെയൊക്കെ നല്ല സിമ്പിളാക്കി രേഷ്മ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാരി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, ഈ പെങ്കുച്ചി ഇട്ടുകൊണ്ട് പോയ ചുരിദാറിൻ്റെ പുറത്തല്ലേ ഈ സാരി ഉടുക്കുന്നതെന്ന്. ഞാൻ അങ്ങനെയാണ്. ഞാൻ സാധാരണ ബ്ലൗസ് തയ്ക്കാറില്ല. ഞാൻ ചുരിദാറിൻ്റെ ടോപ്പാണ് തയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് സാരി ഉടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കോളേജിലെ മിസ്സാണ് കേട്ടോ ഈ ഒരു ടോപ്പ് എനിക്ക് എൻ്റെ അളവെടുത്ത് വെട്ടി തയ്ച്ച് തന്നത്. പിന്നെ അതിൽ കുഞ്ഞു വർക്കുകളൊക്കെ വെച്ച് ഞാൻ തന്നെ അത് ഡെക്കറേറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ രേഷ്മതേ പണി തുടങ്ങി മക്കളെ. അപ്പോൾ 11 മണിക്ക് ഞാൻ വരണമെന്ന് വിചാരിച്ച്, പക്ഷേ 11:30 ആയപ്പോഴാണ് ഞാൻ വന്നത്. 12 മണിക്കെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ചെല്ലണം, അല്ലെങ്കിൽ അവിടെ എല്ലാം കഴിയും. അപ്പോൾ ഈ സാരി ഇവിടെ നിന്നാണ് ചോദിക്കേണ്ടത്. ഇത് ഉമ്മയുടെ അലമാരിയിൽ നിന്നാണ് എടുത്തത്. ഇതിന് ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് ഇത് ഉടുക്കുകയാണ്. ഇതൊരു ജൂട്ടിൻ്റെ സാരിയാണ് കേട്ടോ. പിന്നെ ഇച്ചിരി മേക്കപ്പും പുട്ടിയൊക്കെ എനിക്ക് രേഷ്മ തന്നെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇവർ നമുക്ക് ഓൺലൈനായിട്ട് ഇത് നമുക്കിതുപോലെ സാരി ഡ്രൈപ്പ് ചെയ്ത് അയച്ചു തരും. അല്ലാതെ നമുക്ക് ആലപ്പുഴക്കാരുണ്ടെങ്കിൽ നേരിട്ട് വന്നും ഇതുപോലെ ഉടുത്ത് ശുണ്ടരികളായിട്ട് പോകാൻ പറ്റും. സാരി ഉടുപ്പിഞ്ഞ ഒരു സീനാക്കേണ്ട കാര്യമില്ല രേഷ്മ ഉള്ളിടത്തോളം കാലം. അപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. അത് കഴിഞ്ഞൊരു മിററിൽ ഒരു സെൽഫിയൊക്കെ എടുത്ത് പോവുകയാണ്. രേഷ്മയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഒരു കെട്ടിപ്പിടുത്തമൊക്കെ കൊടുത്ത് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.